നമസ്കാരം, ബിഗ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യം കണ്ട ഏറ്റവും വലിയ ആകാശ ദുരന്തങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ സംഭവിച്ചത്. ഇതുവരെ 294 പേർ മരിച്ചതായാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:38 പറന്നുയർന്ന 5 മിനിറ്റിനുള്ളിൽ തന്നെ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനം താഴേക്ക് പതിക്കുകയായിരുന്നു. നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് വിമാനം വീണതെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അന്വേഷണത്തിൽ ഇനി ഏറ്റവും നിർണായകമാവുക വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് തന്നെയാണ്. സംഭവ സ്ഥലത്ത് നിന്ന് ബ്ലാക്ക് ബോക്സ് കണ്ടെടുത്തിട്ടുണ്ട്. രാജ്യത്തെ കണ്ണീരിലാഴ്ത്തിയ 200-ലേറെ പേരുടെ ജീവൻ പൊലിഞ്ഞ അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ ആശ്വാസമുഖമായി 40 വയസ്സുകാരനായ വിശ്വാസ് കുമാർ രമേശ്. യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ അവശേഷിക്കില്ലെന്ന് കരുതിയ സന്ദർഭത്തിലാണ് ദുരന്തമുഖത്തു നിന്ന് വിശ്വാസ് കുമാർ രമേശ് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നെത്തിയത്. മുഖത്തിനും കാലിനും നെഞ്ചിനും ഉൾപ്പെടെ പരിക്കേറ്റ ഇദ്ദേഹം നിലവിൽ അഹമ്മദാബാദ് അസാർവയിലെ സിവിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തീപിടുത്തത്തിൽ തകർന്ന വാൻഹായ് 503 എന്ന ചരക്ക് കപ്പലിൽ നിന്ന് ചോർന്ന ഇന്ധന എണ്ണ ശനിയാഴ്ച ചാവക്കാടിനും കൊച്ചിക്കുമിടയിലുള്ള തീരത്തെത്താൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻസ് ഇൻഫർമേഷൻ സർവീസസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ജൂൺ 15 എറണാകുളം തീരത്തേക്കും ഈ ഇന്ധന എണ്ണ എത്താൻ സാധ്യതയുണ്ടെന്നും അവർ വ്യക്തമാക്കി. കേരള തീരം പാരിസ്ഥിതിക പ്രതിസന്ധിയെ നേരിടേണ്ടി വരുമെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. 294 പേർക്ക് ജീവൻ നഷ്ടമായ എയർ ഇന്ത്യ വിമാന അപകടം നടന്ന സ്ഥലം സന്ദർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാവിലെ 8:30 സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ മോദി റോഡ് മാർഗം വിമാനാപകടം നടന്ന മേഘാനി നഗറിലെത്തി. വ്യോമയാന മന്ത്രി രാം നായിഡുവും ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേലും നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്നു. അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട വിശ്വാസിനെയും മോദി സന്ദർശിച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെയും മോദി സന്ദർശിച്ചിരുന്നു. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ എ പവിത്രനെതിരെ പോലീസ് കേസെടുത്തു. പവിത്രനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. താലൂക്ക് ഓഫീസിലെത്തിയാണ് വെള്ളരിക്കുണ്ട് പോലീസ് പവിത്രനെ കസ്റ്റഡിയിലെടുത്തത്. രഞ്ജിതയ്ക്കെതിരെ നടത്തിയ അധിക്ഷേപത്തിൽ വിവിധ സംഘടനകൾ കാസർഗോഡ് SP-ക്കും വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പവിത്രനെതിരെ പരാതി നൽകിയതായാണ് വിവരം. ഫേസ്ബുക്ക് വഴിയാണ് കാസർഗോഡ് വെള്ളരിക്കുണ്ട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രൻ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട രഞ്ജിതയെ അപമാനിച്ചത്. രഞ്ജിതയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചതിന് പവിത്രനെ ജോലിയിൽ നിന്നും സസ്പെൻഡും ചെയ്തിരുന്നു. അധിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ കളക്ടർ ഇമ്പശേഖരൻ പവിത്രനെ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് പുറപ്പെടുവിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും നടനും മക്കൾ നീതി മയം നേതാവുമായ കമൽഹാസൻ അടക്കം 6 പേർ രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. കമൽഹാസന് പുറമെ DMK-യിലെ 3 പേരെയും ADMK-യിലെ 2 പേരെയുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട 6 പേരും റിട്ടേണിംഗ് ഓഫീസർ B സുബ്രഹ്മണ്യം ജയിച്ചതായുള്ള സർട്ടിഫിക്കറ്റ് കൈമാറി. തമിഴ്നാട്ടിൽ DMK നയിക്കുന്ന ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായാണ് കമൽഹാസൻ രാജ്യസഭയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത്. P വിൽസൺ, രാജാത്തി എന്നറിയപ്പെടുന്ന സൽമ, SR ശിവലിംഗം എന്നിവരാണ് DMK ടിക്കറ്റിൽ വിജയിച്ചത്. AIDMK സ്ഥാനാർത്ഥികളായ IS ഇമ്പതുരെ, M ധനപാൽ എന്നിവരും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. ഇറാനു നേരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ആക്രമണം സംബന്ധിച്ച് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ കനത്ത ആക്രമണമാണ് നടത്തിയത്. നിരവധിയിടങ്ങളിൽ യുദ്ധവിമാനങ്ങൾ ബോംബിട്ടതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഇറാൻ ആണവ നിലയങ്ങളിലേക്കും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ആക്രമണത്തിന് പിന്നാലെ ഇറാനിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇന്ന് പുലർച്ചെ ടെഹ്റാന്റെ വടക്കുകിഴക്കൻ ഭാഗത്താണ് സ്ഫോടനങ്ങൾ നടന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ടെഹ്റാനിൽ ആക്രമണം അഴിച്ചുവിട്ട ഇസ്രായേലിനെതിരെ തിരിച്ചടിച്ച് ഇറാനും. ഇസ്രായേലിലേക്ക് 100 കണക്കിന് ഡ്രോൺ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത്. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ സൈന്യം പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലിന് വലിയ വില നൽകേണ്ടി വരുമെന്നും ഇറാൻ സൈനിക വക്താവും മുന്നറിയിപ്പും നൽകി. ഇറാനും കടുത്ത സൈനിക നടപടിക്ക് തുനിയുന്നതോടെ മിഡിൽ ഈസ്റ്റ് വീണ്ടും കടുത്ത യുദ്ധഭീതിയിലായിട്ടുണ്ട്.
കേരളത്തിൽ സ്വർണ്ണവിലയുടെ റെക്കോർഡ് മുന്നേറ്റം. രാജ്യാന്തര സ്വർണ്ണവിലയുടെ കുതിച്ചുകയറ്റമാണ് കേരളത്തിലെ സ്വർണ്ണവിലയിലും പ്രതിഫലിച്ചിരിക്കുന്നത്. സ്വർണ്ണവില ഗ്രാമിന് 195 രൂപയും പവന് 1560 രൂപയും വർദ്ധിച്ചു. സ്വർണ്ണവില ഗ്രാമിന് 9295 രൂപയും പവന് 74,360 രൂപയുമായി. അന്താരാഷ്ട്ര സ്വർണ്ണവില $3430. രൂപയുടെ വിനിമയ നിരക്ക് 86.14 ആണ്. ഡോളറിനെതിരെ രൂപ ദുർബലമായതോടെയാണ് ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവിലയിൽ കുതിച്ചുചാട്ടം ഉണ്ടായത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴ ലഭിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. വടക്കൻ ആന്ധ്രാപ്രദേശ് തീരത്തോടും അതിനോട് ചേർന്നുള്ള തീരദേശ ഒഡീഷയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിന് മുകളിൽ പടിഞ്ഞാറൻ കാറ്റ് ശക്തമായി തുടരുകയാണ്. ഇതിന്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത 7 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്.